മേടിച്ചു. അതിനുവേണ്ടി നമ്മൾ സ്പ്രേ ഗൺ ഉപയോഗിച്ച് ഹായ് ഗേസ്, ഇന്ന് വണ്ടി എടുത്തില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ലെഫ്റ്റ് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. എന്തായാലും ഓർത്തോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓർത്തോ ഡോക്ടർ ഇല്ലായിരുന്നു, ഫിസിഷ്യനാണ് കിട്ടിയത്. 112ാമത്തെ ടോക്കണാണ് കിട്ടിയത്. എന്തായാലും കാണിച്ചു, മരുന്ന് മേടിച്ചു, നേരെ വീട്ടിലേക്ക് വിട്ടു. കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചാൾ മുമ്പ് ഫാറ്റ് ലിവറൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ സൈക്ലിങ്ങിന് വേണ്ടി സൈക്കിൾ മേടിച്ചായിരുന്നു. അതിപ്പോൾ ഷെഡിലാണ്, അതിപ്പോൾ ഉപയോഗിക്കാറില്ല. ഇൻഷാല്ലാ നാളെ മുതൽ സൈക്ലിംഗ് പോകണമെന്നുള്ള തീരുമാനമാണ്. ഇപ്പോൾ ഏത് കണ്ടീഷനാണെന്ന് അറിയത്തില്ല, കാറ്റൊന്നുമില്ല, ഗിയർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓടിക്കാതൊക്കെ വെച്ചിരുന്നാൽ അത് നശിച്ചു പോകും. അന്നൊക്കെ സൈക്ലിങ്ങിന് പോയിരുന്നപ്പോൾ ഹെൽത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. മടിയാണ് എല്ലാത്തിനും കാരണം. അതോടൊപ്പം തന്നെ വീട്ടിൽ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറച്ചാൾ കൊണ്ടില്ല, അതിനുവേണ്ടി ചെയ്തായിരുന്നു ഈ കപ്പിയും കയറുമൊക്കെ. വെയിറ്റ് ഇട്ട് ഇതിനകത്തിരുന്ന് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഇതെല്ലാം വീണ്ടും തുടങ്ങണം. ഹെൽത്തൊക്കെ സംരക്ഷിക്കണം. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിന്, എല്ലാവരും അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും സൈക്കിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ സ്പ്രേ ഗൺ ഉപയോഗിച്ച് മൊത്തം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ എടുക്കാൻ വെച്ചതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പൊടി കയറിയിരിക്കുകയാണ്. മൊത്തം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് വീലിൻ്റെയും കാറ്റില്ല, പഞ്ചറാണോന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ കാറ്റടിച്ചെടുക്കണം. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് സൈക്ലിംഗ് പോകുന്ന നല്ലതാണ്. അതുപോലെ തന്നെ വെളുപ്പിനെയും പോകാം. വെളുപ്പിനെ പള്ളിയിലൊക്കെ സുഖിക്ക് പോകുമ്പോഴത്തേക്ക് ഇൻഷാല്ലാ സൈക്കിളിൽ പോകണമെന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈലേ വളരെ മോശമാണ്. പ്രായവ്യത്യാസമില്ലാതെ വാർദ്ധക്യ സഹജമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ സൗകര്യങ്ങളെ നമ്മൾ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതുപോലുള്ള ഹെൽത്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടാനോ ചാടാനോ അല്ലെന്നുണ്ടെങ്കിൽ നടക്കാനോ ഒക്കെ പോയിട്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുക. ഷിമാനോയുടെ ഗിയർ സിസ്റ്റമാണ്. കുറേ നാൾ ഉപയോഗിക്കായിരുന്നു, നശിച്ചു പോയെന്ന് അറിയത്തില്ല, ചവിട്ടി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ മുതൽ ഇൻഷാല്ലാ സൈക്കിളോട്ടെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.